ഞാൻ മെറിനോൾ ബൈജു. മൈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉഴിഞ്ഞ എന്ന ഒരു ഔഷധ സസ്യത്തെയാണ്. ഇന്ദ്രവല്ലി എന്ന് സംസ്കൃതത്തിൽ വിളിക്കപ്പെടും. ബലൂൺ വൈൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇത് ഒരു വള്ളിച്ചെടിയാണ്. ഇത് മരമാകാത്തത് കൊണ്ടായിരിക്കും ഇതിനെ ബലൂൺ ട്രീ എന്ന് വിളിക്കാത്തത്. വള്ളിച്ചെടി ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ബലൂൺ വൈൻ എന്ന് വിളിക്കുന്നു. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഇത്. ധാരാളം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത്. നമ്മുടെ നാട്ടിൽ വേലിയിലും ഇതുപോലെ മരങ്ങളിലുമൊക്കെ കയറിക്കിടക്കുന്ന ഒരു വള്ളി ചെടിയായിട്ട് നമുക്ക് കാണാം. സന്ധിവാതം, ആസ്മ, മുടി വളരാൻ, അതുപോലെ തന്നെ എട്ടുകാലി കടിച്ചാൽ മുതലായവയ്ക്കെല്ലാം മരുന്നുണ്ടാക്കാൻ ഈ ഔഷധ സസ്യം ഉപയോഗിക്കുന്നു. പഴയകാലത്ത് നമ്മുടെ അമ്മച്ചിമാര് മുടി വളരാനായിട്ട് എണ്ണ കാച്ചുമ്പോൾ ഈ സസ്യം ഉഴിഞ്ഞ ഉപയോഗിച്ചാണ് കാച്ചിരുന്നത്. മറ്റു മരുന്നുകളുടെ കൂട്ടത്തിൽ ഉഴിഞ്ഞയും ഉപയോഗിച്ചിരുന്നു. എട്ടുകാലി കടിക്കുകയോ എട്ടുകാലി നമ്മുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ ചാടി വീഴുമ്പോൾ നമ്മൾ തൂക്കുകയോ ഒക്കെ ചെയ്താൽ എട്ടുകാലി ചത്തിട്ട് അതിൻ്റെ സ്രവം നമ്മുടെ ദേഹത്ത് പറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്രവം പറ്റിയാൽ ഈ ഉഴിഞ്ഞയുടെ ഇലയും ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ അരച്ച് ആ ഭാഗത്ത് പുരട്ടിയാൽ മതി. അതുകൊണ്ട് അതിൻ്റെ വിഷം സുഖപ്പെടാൻ സാധ്യതയുണ്ട്. എട്ടുകാലി കടിച്ചാൽ എല്ലാ വർഷവും സാധാരണ ആ കടിപേറ്റ ഭാഗത്ത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ചൊറിഞ്ഞു പൊട്ടാനും വ്രണമാകാനും സാധ്യത. കടിയേക്കുന്ന സമയത്ത് തന്നെ ഈ ഔഷധം അരച്ച് പുരട്ടിയാൽ സുഖപ്പെടുന്നതാണ്. ഫസ്റ്റ് എയ്ഡായിട്ട് പുരട്ടിയാൽ മതി, സുഖപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർ ഇങ്ങനെ നേരത്തെ കടിയേറ്റും ഒക്കെ എല്ലാ വർഷങ്ങളും ഇങ്ങനെ പൊട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരറിയിച്ചാൽ, ബന്ധപ്പെട്ടാൽ അവർക്ക് അതിനുള്ള മരുന്ന് അയച്ചു കൊടുക്കുന്നതാണ്. സന്ധിവാതത്തിനും ആസ്മയ്ക്കും ഇതുപയോഗിച്ച് എങ്ങനെയാണ് മരുന്ന് ഉണ്ടാക്കുന്നതെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇതിൻ്റെ കായ് ബലൂൺ പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇതിനെ ബലൂൺ ട്രീ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിനകത്ത് ഇതിൻ്റെ കായുണ്ട്. ഇത് ബലൂൺ പോലെ വീർത്താണ് ഇരിക്കുന്നത്. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ കുരു വീണാൽ കിളുകും. നിങ്ങളിത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇതിൻ്റെ കുരു എടുത്ത് നിങ്ങളുടെ പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടാൽ അതവിടെ വളർന്ന് ഒരു സസ്യമായിട്ട് കിടന്നുകൊള്ളും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഈ സസ്യത്തെ ആരും നശിപ്പിക്കരുത്. എല്ലാവരും ഇതിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.